നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളെ ആധാരമാക്കിയാണ് ഇന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയാൻ തുടങ്ങുന്നത്. ആ വചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവിക വിടുതലുകൾ പ്രാപിക്കാൻ പോകുകയാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. മതി. എഫേസ്യ ലേഖനം വേദപുസ്തകത്തില് വേദപഠിതാക്കൾ ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫേസ്യ ലേഖനത്തെ വിശേഷിപ്പിക്കുന്നത്. 6 അധ്യായങ്ങളുള്ള വളരെ ഈടുറ്റ ആത്മീക സന്ദേശങ്ങളുടെ കലവറയാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. എവിടെ വായിച്ചാലും വായിക്കുന്നവൻ്റെ അകത്തളങ്ങളിൽ അഗ്നിനാളം ജ്വലിപ്പിക്കുന്നതാണ് എഫേസ്യ ലേഖനത്തിലെ ഈടുറ്റ വചനങ്ങൾ. അതിനകത്തു നിന്ന് സ്തോത്രം നമ്മൾ തിരിച്ചറിയേണ്ട സന്ദേശങ്ങളുടെ പൂർത്തീകരണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ്ലീഹ എഫെസോസിലെ സഭയോട് പറയുകയാണ്, നമ്മളെ വീണ്ടെടുപ്പ് നാളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്തിരിക്കുന്നു. എന്തിനാണ് നമ്മളെ വീണ്ടെടുപ്പ് നാളിലേക്ക്? എന്തുകൊണ്ടാണ് പല ജോലികളുണ്ടായിട്ടും പല സ്ഥലത്ത് പോകേണ്ടിയിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ പ്രയറിന് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, എങ്ങനെയും തൻ്റെ ആത്മീയ ജീവിതം ഒന്ന് വളർത്താൻ കൊതിക്കുന്നവരാണ് ഇവിടെ വന്നവർ. ഈ ബൈബിൾ വീക്ഷണത്തിൽ ആത്മീകതയെ 3 നിലകളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, സ്തോത്രം, ഒരാൾ ആത്മീകനായി തീരുമ്പം ദൈവത്തിന് സ്തോത്രം 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, ആത്മമനുഷ്യനുണ്ട്, ജഡീക മനുഷ്യനുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്. ആത്മമനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ, കർത്താവിന് സ്തോത്രം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീകർ. കർത്താവിൻ്റെ സ്തോത്രം. രണ്ടാമത്തെ കൂട്ടരാണ് ജഡീകർ. രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ വന്നിട്ടും പഴയ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ജഡീകർ. പ്രാകൃതരാധാരെന്ന് ചോദിച്ചാൽ ദൈവത്തെ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്തവർ. കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി ഈ ചിന്തകളിലേക്ക് വരാം. നാമെല്ലാം പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് വരും, നമ്മളെ പിന്നെയും ചേർക്കും. പൗലോസിൻ്റെ ഭാഷയിൽ, വചനത്തിൻ്റെ വെളിപ്പാടിൽ നമ്മളെ ആത്മാവിനാൽ മുദ്രണം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. 1-ാം സങ്കീർത്തനം പഠിക്കുന്ന കേട്ടോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം. കാരണം നിന്നെ ഒരു ദുഷ്ടൻ നിയന്ത്രിക്കരുത്, നിന്നെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. അവരവരോട് ചോദിക്കണം, കൂട്ടുകാരാണോ നിന്നെ നിയന്ത്രിക്കുന്നത്, വീട്ടുകാരാണോ നിന്നെ നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവാണോ നിന്നെ നിയന്ത്രിക്കുന്നത്? കൂട്ടുകാർ നിയന്ത്രിച്ചാൽ വഴി തെറ്റിപ്പോകും. ബൈബിളിൽ വാക്യമുണ്ട്, ഞാൻ നിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് എൻ്റെ സാന്നിധ്യത്തിൽ നിന്നെ മറയ്ക്കും. സ്തോത്രം. ചില മാനുഷിക കൂട്ടുകെട്ടുകളെ പൊളിച്ച് നിന്റെ സന്തതിയെ ദൈവസാന്നിധ്യത്തിൽ മറയ്ക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന്. സ്തോത്രം. ഒന്നോർത്ത് നോക്കി, ആരാ നിന്റെ ആലോചനക്കാരൻ? മന്ത്രവാദിയാണോ നിന്റെ ആലോചനക്കാരൻ, അതോ പരിശുദ്ധാത്മാവാണോ നിന്റെ ആലോചനക്കാരൻ? ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. എന്നിട്ട് പറയാം, വീണ്ടെടുപ്പ് നാളിലേക്ക് ആ ആത്മാവിനാൽ നിന്നെ മുദ്രണം ചെയ്തിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാം ദൈവം പ്രവർത്തിക്കും. എത്ര വിശ്വസിക്കുന്നുണ്ട്?
കഴിഞ്ഞ ആഴ്ച നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു നല്ലൊരു പ്രസംഗപീഠം വാങ്ങിക്കണമെന്ന്. പ്രെയർ കഴിഞ്ഞപ്പോഴേ ഒരു ആൻറ്റി എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോടെ വകയായിട്ടത് വാങ്ങിക്കും. അത് വാങ്ങിച്ച് ഇന്നിവിടെ കൊണ്ടുവന്ന് ഒരു സ്തോത്രം പറഞ്ഞാട്ട്. കണ്ടോ, ഈ ചെറിയ ആവശ്യവും വലിയ ആവശ്യവും എല്ലാം ദൈവം സാധിപ്പിച്ച് തരുന്നവനാ. അപ്പം നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ടൊന്ന് പോകാം. അപ്പം ദൈവത്തിന് സ്തോത്രം. ചോദ്യം, രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അന്യഭാഷ ലഭിച്ചവർ മാത്രമേ ആത്മാവുള്ളെന്നല്ല. അന്യഭാഷയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിനേക്കാൾ ഉപരി ആത്മനിറവാണ് അന്യഭാഷ. നിറവില്ലാത്തവരെ പേരും ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, പാപവഴി വിട്ട് ദൈവത്തിലേക്ക് ജീവിക്കണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ഇന്നിവിടെ വന്നവരോട് പറയാം, നിങ്ങളിവിടെ കൊണ്ടുവന്നത് വ്യക്തികളല്ല, പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് മുമ്പോട്ട് പോകാം. നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ അകത്ത് ദുഃഖിക്കാൻ പാടില്ല. സ്തോത്രം. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ദുരാത്മാവാകരുത്, ദൈവാത്മാവായിരിക്കണം. ബുദ്ധിയിൽ യാത്ര ചെയ്യരുത്, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ യാത്ര ചെയ്യണം. അല്പം ലേറ്റായാലും നിൻ്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. അല്പം കാലതാമസം ഉണ്ടായാലും നിൻ്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. അത് നിൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ തിരിച്ചറിയണം, യേശുവിനെ ഒരാൾ സ്വീകരിക്കണമെങ്കിൽ അവനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അത് കഴിയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കാൻ, നമുക്ക് ഈ ഭൂമിയിൽ 70, 80, 90 വർഷമുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ആത്മികൾ ജീവിക്കുന്നത് എപ്പോഴും അവൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് പോകാം. പക്ഷേ ആ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ അകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ദുഃഖിക്കാതിരിക്കണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, മുകളിലത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നമ്മളിൽ ഓരോരുത്തർക്കും ആത്മീക വർധനവുണ്ടാകണം. എന്തോ ഉണ്ടാകണം? സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ആത്മീക വർധനവുണ്ടാകണമെന്ന് പറ. എന്തോ ഉണ്ടാകണം? ആത്മീക വർധനവ്. ആത്മീക വർധനവ് ഉണ്ടാകണമെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? എനിക്കൊരു ആത്മീക വർധനവ് ഉണ്ടാകണം. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഇച്ചിരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ചിലർക്ക് എപ്പോഴും ഇങ്ങനെ വീട് വെക്കണം, കാറ് വാങ്ങിക്കണം, തോട്ടം വാങ്ങിക്കണം, സ്വന്തം അമേരിക്കയിൽ പോകണം, ലണ്ടനിൽ പോകണം, ജർമ്മനി പോകണം, സ്വർഗത്തിൽ പോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ഒരു നല്ല ആത്മീകനായിട്ട് ജീവിക്കണം എന്നൊരാഗ്രഹമില്ല. സത്യം ഞാൻ നിങ്ങളോട് പറയാം, തടസ്സങ്ങളുള്ളവരോട് പറയാം, നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ ഇടിഞ്ഞു മാറണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ആത്മീകനാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ചില വീട്ടിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവർ വലിയ വീടൊക്കെയാണ് പണിതിരിക്കുന്നത്. നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരവരുടെ വീടിൻ്റെ ഭംഗിയല്ല വിവരിക്കുന്നത്, അവരുടെ മോള് പ്രവചിക്കുന്നതാണ് വിവരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്തുവാ? അവരുടെ വീട്ടിൽ വീടിൻ്റെ വലിപ്പമല്ല വിഷയം, കുഞ്ഞുങ്ങളുടെ ആത്മീകം അവരുടെ വിഷയം. ഫിലിപ്പോസിൻ്റെ വീടിൻ്റെ വിശേഷത അറിയാമോ? പ്രവചിക്കുന്ന പെൺപിള്ളാരാ വീട്ടിൽ. ഒരാമയും വരുന്നില്ല. മൂത്തവള് ഡോക്ടറാ, എൻജിനീയറാ, കളക്ടറാ ഒക്കെ ആകാം. പക്ഷേ അവരതല്ല പറയുന്നേ. എൻ്റെ മോള് പ്രവചിക്കുന്നവളാ, എൻ്റെ മോള് ബൈബിൾ വായിക്കുന്നവളാ, എൻ്റെ മോൾ അർത്ഥം കണ്ടോ? ആത്മീകത്തിന് 1-ാം സ്ഥാനം, ഭൗതികത്തിന് 2-ാം സ്ഥാനമാണ്. ഈ ബൈബിളിൻ്റെ സിസ്റ്റം നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ പറയാം. ദാവീദ് പറയുക 23-ാം സങ്കീർത്തനം, എന്നെ വായിക്കണ്ട, എന്നെ നോക്കിയാൽ മതി. ദാവീദ് പറയുക, യഹോവ എൻ്റെ ഇടയന, യഹോവ എൻ്റെ, അവൻ എന്നെ പച്ചയായ പുൽപ്പുറത്ത് കിടത്തും. ആര്? ഇടയൻ കിടത്തും. എന്നിട്ട് ഒടുവിൽ എഴുതുക, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എൻ്റെ പിറകെ വരും. ചിലരിങ്ങനെയാണ് നിൽക്കുന്നത്, നന്മയും കരുണയും വരട്ടെ, ഇടയൻ പുറകെ നിൽക്കട്ടെ. ഫസ്റ്റ് ഇന്ന് ഒരു 21 ഇരുന്ന് പ്രാർത്ഥിച്ചൊരു നന്മ വരുത്തിത്താം. യെശയ്യാവിലുണ്ടല്ലോ, കടൽ കടന്നു വരുമെന്ന്. വേണ്ട, മിണ്ടുന്നില്ല. ഈ നിൽക്കുന്നവരല്ല ഇന്ന് ഇങ്ങനാകണം. ഇടയം മുമ്പിലും നന്മ പുറകിലും ആകണം. നീ വിചാരിക്കാത്ത കാര്യങ്ങൾ നിന്റെ പുറകെ വരും. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം ഭൗതികമല്ല വളരേണ്ടത്, ആത്മീകമാണ് വളരേണ്ടത്. നിങ്ങൾക്കറിയാം, പിശാചിൻ്റെ തന്ത്രത്തിൽ ഏറ്റവും വലിയ തന്ത്രം പലരുടെ ആത്മീക ജീവിതത്തെ പിശാചി നശിപ്പിച്ചിട്ടേക്കുക. പലരുടെ ആത്മീക ജീവിതത്തെ എന്നോട് ദൈവം പറഞ്ഞു, ഈ 5 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് നശിക്കപ്പെട്ട ആത്മീക ജീവിതം പുതുക്കി പണിയാൻ പോവുക. നിന്റെ ആത്മീക ജീവിതത്തെ നശിപ്പിച്ചു,
വിശുദ്ധ ജീവിതത്തെ നശിപ്പിച്ചു, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിച്ചു. അത് ഇന്ന് പകൽ ദൈവാത്മാവ് പുതുക്കി പണിയാൻ പോവുക. ചെല്ലു നോക്കിക്കോണേ, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ പുതിയ തീരുമാനങ്ങൾ എടുക്കും. യേശുവിനെ ബൈബിൾ പറഞ്ഞ ഒരാൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എല്ലാം പുതുതാകണം. ആരൊക്കെയോ വലിയ കഠിന തീരുമാനങ്ങൾ എടുക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇനിയും മുതൽ നിന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ആ ദൂതിലേക്ക് പോകാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരാത്മീകനാകാൻ? ആഗ്രഹമുണ്ടോ? മുമ്പേ ആത്മീക വർധന കൈ ഉയർത്തിയവരോട് ഞാൻ പറയാം, ആത്മീക വർധനവ് ലഭിക്കണമെങ്കിൽ ആദ്യം ഒരു ആത്മീകനാകണം. എങ്ങനെ ആത്മീകനാകുന്നേ? എന്നും വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ 2 പാട്ട് പാടിയ കുടുംബ പ്രാർത്ഥന. നാളെ തൊട്ട് സ്വാമി 3 പാടാൻ പോവുക, കാരണം എനിക്ക് ആത്മീകനാകണം. ഇന്നലെ തൊട്ട് യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം വായിച്ച ഇനി മുതൽ 5 അധ്യായം വായിക്കാൻ പോകും. എനിക്ക് അങ്ങനല്ല ആത്മീകനാകുന്നത്. ആത്മീകൻ ആരാന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനാ യഥാർത്ഥ ആത്മീകൻ. ഓ ഹല്ലേലൂയ! പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? നിന്റെ പല ദൈവത്തിൻ്റെ പ്ലാനുകളും നിന്റെ കുടുംബത്തിൽ നിറവേറാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നീ ആത്മാവിൻ്റെ സന്ദേശങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ആത്മാവിൻ്റെ സന്ദേശങ്ങളെ നീ ശ്രദ്ധിച്ചാൽ ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ പൗലോസ്ലീഹ പറയുന്ന ഒരു കൊച്ചു കാര്യം പറഞ്ഞിട്ട് ഈ ഭാഗത്തോട്ട് വരാം. പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. എഫെസ്യ ലേഖനം എടുത്തേ 2-ാം അധ്യായം 29-ാമത്തെ വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നിങ്ങൾ മൊത്തം പേര് ഇപ്പൊ എന്നോട് പിണങ്ങാനൊരു സാധ്യതയുള്ള ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. സ്തോത്രം. ഈ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, ശ്രദ്ധിക്കണം. നിങ്ങളെ പരിശുദ്ധാത്മാവിനും കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ സംസാരം ശരിയാകണമെന്ന്. നമ്മുടെ സംസാരം ശരിയാകണം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, സംസാരം ശരിയാകണമെന്ന് പറ. വലിയ പാടാണ് സംസാരം ശരിയാകാനായിട്ട്. കയ്യടി ശരിയാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിലർ ഭയങ്കര വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അവരുടെ സംസാരം ശരിയല്ല. ഈ സംസാരം നന്നാക്കാനായിട്ട് നാളെ തൊട്ട് വായിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു മിണ്ടാതിരുന്നാലും പറ്റത്തില്ല. അത് തുപ്പിക്കളയുമ്പോൾ പിന്നെ സംസാരം കുഴപ്പമാണ്. സ്തോത്രം. ഒരു മൃഗത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നൊരു കഥയുണ്ട്. അത് 12 വർഷം PVC പൈപ്പിനകത്ത് ആ മൃഗത്തിൻ്റെ സ്തോത്രം വാല് ഇട്ടാലും അത് എഴുന്നേൽക്കുമ്പം ആ പൈപ്പിനകത്തുനിന്ന് ഊരുമ്പം വളഞ്ഞിരിക്കുമെന്നാണ്. ഞാൻ ആ മൃഗത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങളെല്ലാം പറഞ്ഞല്ലോ ഇപ്പോൾ ആ പേര്. ദൈവത്തിന് സ്തോത്രം. അതെത്ര കൊല്ലം വിട്ടാലും അങ്ങനെ. ബ്രദറെ, ഞാൻ പാപ്പിച്ചാൻ്റെ മോഹനല്ലയോ, ചിന്നമ്മയുടെ മോളല്ലയോ, അത് പിന്നെ അങ്ങനെയല്ല വരത്തുള്ളൂ. അങ്ങനെ നരകത്തിൽ പോകാനിടയാകാതെ ചിന്നമ്മയുടെയും പാപ്പച്ചൻ്റെയും മക്കളോട് ഞാൻ തുറന്നു പറയുക, മനസ്സ് തുറന്ന്, ആ സിസ്റ്റത്തിൽ ഇത് വർക്കൗട്ടാകത്തില്ല. സംസാരം മാറാൻ എന്തോ ചെയ്യണം? വാ പൊത്തിപ്പിടിക്കണോ? അല്ല. ഈ ബൈബിൾ പറഞ്ഞ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലയോ. ചിലർ 4 വാക്ക് പറഞ്ഞാൽ 5ാമതൊരു വാക്ക് ഒരു ആവശ്യമില്ലാത്ത വാക്ക് പറയും. ഇപ്പം നല്ല ചൂടാ എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പം പറയാം എന്തോ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടേ വരത്തുള്ളൂ. എന്തോ ഒരു വലിയ ചൂടാ, വലിയ എന്നല്ല, എന്തോ ഒരു തണുപ്പാ. എല്ലാത്തിൻ്റെ അറ്റത്തൊരു ചില്ലക്ഷരം കേട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്തവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലർ വാഗൊണ്ട് ആവശ്യമില്ലാത്ത പറയുകയും ചെയ്യും, അന്യഭാഷ പറയുകയും ചെയ്യും. അത് അവസാനം അന്യായ ഭാഷയായി തീരുകയും ചെയ്യും. അപ്പം ഞാൻ നിങ്ങളോട് തുറന്ന് പറയുക, വലിയ പാടാണിതിന്. ദൈവത്തിന് ഒരാത്മീകനായി ജീവിക്കാൻ വലിയ പാടാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു പാസ്റ്റർ വണ്ടി യാത്ര ചെയ്യുമ്പം ഒരുത്തൻ കണ്ടക്ടറോട് ഭയങ്കര ഉടക്ക്, ഒരു ചെറുപ്പക്കാരനാണ്. ഉടക്ക്, ഭയങ്കര ഉടക്ക്. ആദ്യം കുറച്ച് ചില്ലർഷടമൊക്കെ പറഞ്ഞവൻ കണ്ടക്ടറോട് പറയാം, ബ്രദറെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. പാസ്റ്റർ ഉടുപ്പേ പിടിച്ചു, നീ വിശ്വാസിയാന്നോടാ? ആണ്. കാര്യം ബ്രദറേന്ന് വിളിച്ചവൻ കയറി. നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പം ഞാൻ നിങ്ങളോട് എന്താ ഇവിടെ പറയാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ്റെ വാക്കുകൾ നിയന്ത്രിക്കപ്പെടണം.
ഇത് ചിലർ വീട്ടിൽ കിടന്ന് ആ പഞ്ചായത്തിൽ ആരലയ്ക്കുന്നതിന് അധികം അലച്ചു പറയും ദൈവത്തിന് സ്തോത്രം. ചിലരുടെ വായൊന്ന് അടഞ്ഞു കിട്ടിയാൽ തന്നെ ഭയങ്കര വിടുതല എന്ന് പറഞ്ഞാൽ ചിലരൊന്ന് വായ അടക്കി വെച്ചാൽ തന്നെ ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ സ്തോത്രം കുടുംബജീവിതം എല്ലാം വലിയ പ്രശ്നമായിട്ട് അവർ വിവാഹ ജീവിതം രണ്ടാകാനായിട്ട് പോവുക. അവസാനമായിട്ട് പള്ളി വരിക. അന്ന് ആ പള്ളി പുതിയൊരച്ഛന് മാറി വന്ന സമയത്താണ്. അച്ഛനോട് പറയും, അച്ഛോ ഇത് ഞങ്ങൾ അവസാനത്തെ വരവായി, ഇനി ഒരിക്കലും ഞങ്ങൾ വരത്തില്ല. അപ്പോൾ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കുടുംബജീവി പ്രശ്നമാണ്. എന്നാൽ പറഞ്ഞ് അവരെ കൊണ്ടിരുത്തി കാര്യങ്ങളൊക്കെ കേട്ടേച്ച് അച്ഛൻ പറഞ്ഞു, ഞാൻ ജർമ്മനിയിൽ നിന്നൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അതിലൊരു കുപ്പി കൊണ്ടുപോയി കുടിച്ചാൽ മതി, നിങ്ങളുടെ സകല പ്രോബ്ലവും തീരും. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് ഒരു കുടിയനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഭർത്താവിനോട് കുടിയൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഞാൻ കുടിക്കുന്നത് ഇവിടെ വാ ശരിയല്ല എന്നിട്ടാ. സ്തോത്രം. അച്ഛൻ പറഞ്ഞ് പോകുമ്പോൾ പറഞ്ഞു ഭർത്താവ് കുടിച്ചേച്ച് വണ്ടി കൊണ്ട് പോർച്ചിലിടുമ്പോൾ ഇതൊരു ഒരു കവിള് വായിലൊഴിക്കണം. പുള്ളി ഉറങ്ങിക്കഴിയുമ്പോൾ തുപ്പിക്കളയണം. 2 മാസം കഴിയുമ്പോൾ 2 പേരും കയ്യെ പിടിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛോ ഇത്രയും നല്ല മരുന്ന് വെച്ചിട്ടാണല്ലോ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കുഞ്ഞെ തന്നത് പച്ചവെള്ളമാണ്, പക്ഷേ എൻ്റെ അസുഖം അറിഞ്ഞാ തന്നെ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇപ്പോൾ ചിലർ മനസ്സിൽ പറയുന്നുണ്ട് പാസ്റ്റർ നിർത്തല്ലേ ഇച്ചിരൂടെ പറയണേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ആത്മീയമെന്ന് പറഞ്ഞ വെള്ളയുടുപ്പിടുന്നതല്ല, നിൻ്റെ വായിലെ വാക്ക് ശ്രദ്ധയുള്ള വാക്കുകൾ പറയാനിടയാകണം. ഒരാമയും പറയണം. പലരും ഇപ്പം മനസ്സിൽ പറയുക സ്തോത്രം ശരിയാണ്, നിൻ്റെ ആത്മീയം കളയുന്ന നിൻ്റെ നാക്ക, നിൻ്റെ വാക്ക. എന്നാൽ നിങ്ങൾക്കറിയാമോ നിൻ്റെ വാക്കും നാക്കും ശരിയായാൽ നിന്നെ ഭയപ്പെടുന്ന ഒരു പിശാച് മുമ്പിലുണ്ട്. കാരണം ഒരാത്മീകനെ അഭ്യസിപ്പിക്കുന്നത് അവൻ്റെ നാവുകളും അവൻ്റെ വാക്കുകളുമാണ് അവനെ പൈശാചിക തലത്തെ മുറിക്കാനിടയാക്കുന്നത്. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി ഈ ദൂതിലോട്ടൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ദാവീദ് 19-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പം പറയുകയാണ്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന്. അടുത്തിരിക്കുന്നവരോട് ചുമ്മാ ചോദിച്ചാൽ നിൻ്റെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചേ. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രമേ. നിങ്ങൾ എന്നെ ഒന്ന് നോക്കണം, എന്നോട് പിണങ്ങല്ലേ. ഞാനിപ്പം കെനസിനെ ഫോൺ വിളിക്കുക. ഞാൻ ഇന്നാളത്തെ കാര്യം പറയാൻ പോവാം. കെനസിനെ ഫോൺ വിളിക്കുമ്പം കർത്താവിന് സ്തോത്രം, ഞാൻ ബിജു പാസ്റ്റർ കുറേ കുറ്റം കെനസിനോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയുന്ന വാക്ക് ദൈവത്തിന് പ്രസാദമാവുമോ? പറ. ഞങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ കൂടി പറയുക, ഞങ്ങളെ 3-നെയും പ്രതിയാക്കിക്കൊണ്ട് പറയുക. ഞാനാ പറയുന്ന കുറ്റം, ബിജു പാസ്റ്റർ കുറ്റമാണ് പറയുന്നത്, അത് കെനസിനോടാണ് പറയുന്നത്. ഈ ഞാൻ ബൈബിളിൽ നിങ്ങൾ പഠിച്ച ഭക്തന്മാരുടെ വാക്കുകളെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ബൈബിളിൽ കേട്ടെ, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ അതുകൊണ്ടാണ് പറയുന്ന മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് കൊടുക്കണം. അപ്പം രക്ഷിക്കപ്പെട്ടുകൊണ്ട് വാക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് ഒത്തിരി തടസ്സങ്ങൾ വരും. വാക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ദൈവം മൗനമാകും. ഇന്ന് പകൽ അധരങ്ങളിലൊരു ക്രമീകരണം 1-ാം ദിവസം തന്നെ വരുത്തിയാൽ ചില നാവുകളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തണം. നീ മരണത്തിൻ്റെയും ജീവന്റെ അധികാരം നിന്റെ നാവിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നല്ല വാക്കുകൾ പറയാൻ പഠിക്കണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചിലത് നല്ല വാക്ക്, അതല്ല, നല്ല വാക്ക് പറയാൻ പഠിക്കണം. കർത്താവിന് സ്തോത്രം. ഈ ചിലരോടൊക്കെ മിണ്ടണമെങ്കിൽ ഒരാഴ്ച ഉപവസിച്ചു വരണം. അത് എന്തുവാ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. കർത്താവിന് സ്തോത്രം. ഞാനൊരിക്കൽ ആടി ചോദിച്ചു, സ്തോത്രം എന്തുകൊണ്ട് വിശേഷം, അറിഞ്ഞിട്ട് എന്തോ വേണം. ഞാനിപ്പോൾ ആ പുള്ളിയെ ദൂരെന്ന് കാണുമ്പോഴേ ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. കാര്യം മിണ്ടാൻ കൊള്ളുകയല്ല. ചിലർ വന്നിറങ്ങുന്ന ബെൻസയിലായിരിക്കും, ചിലപ്പോൾ ഓട്ടോയിലായിരിക്കും, മിണ്ടാൻ കൊള്ളുകയല്ല. കാര്യം ചോദിച്ചാൽ എന്തുമായിരിക്കും. സ്തോത്രം. കുടുംബമൊക്കെ സുഖമായിരിക്കുന്നു നമ്മൾ ചോദിച്ചാൽ അടുത്ത മറുപടിയാ അറിഞ്ഞിട്ടെന്തോ സാധിക്കാനാ. അവിടെ മിണ്ടുന്നില്ല. അയ്യോ ഞാൻ ചോദിച്ചില്ലേ എന്ന് പറഞ്ഞങ്ങ് പൊക്കോണം. നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പലരെ ഡീൽ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങളത് സ്ഥലപ്പെട്ട് പോകണം. അയ്യോ ചിലരൊക്കെ എന്തോ ഒരു ഭയങ്കര കുഴപ്പമാണ്. ചിലരൊക്കെ ഈ ഇടിക്കാൻ വണ്ടി വരുന്ന പോലെ നടന്നു വരുന്നേ. പോട്ടെ, അതിൻ്റെ കുഴപ്പം അവരിങ്ങനെ ടെൻഷനിലാണ്. പക്ഷേ നല്ല വാക്ക് ഒരു ആത്മീകനെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്യണം? നല്ല വാക്ക്. ഇല്ലാത്തവർ ഇന്ന് തൊട്ട് പറയണം. ചീത്ത വാക്ക് പറയുന്നവർ ഇന്ന് ഫുള്ള് സ്റ്റോപ്പ് ചെയ്യണം. ചീത്ത വാക്ക് പറയുന്നവരെല്ലാം കൈവെക്കാൻ. ഞാൻ പറഞ്ഞ ഇവിടെ മൊത്തം കൈവെക്കും സത്യം പറയുന്നവർ. നിങ്ങളാരും മിണ്ടുന്നില്ല.
ദൈവത്തിന് മുറ്റത്ത് കിളിക്കുന്ന ചെടിയുടെ പേര് പോലും പറയല്ലേ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അങ്ങനെ നീ സൂക്ഷിച്ചാൽ നീ പറയുന്ന വാക്കിനകത്ത് കൃപയുണ്ടാവും. ഒരാമയും വരുന്നില്ല. ആരോടൊക്കെയോ ദൈവാത്മാവ് സന്ദേശം പറയാം, നിന്റെ അധരമാണ് നിന്റെ ലൈഫിനെ തകർക്കുന്നത്. ഇന്ന് പകൽ നിന്റെ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. യെശയ്യാവ് പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അധരത്തെ ശുദ്ധീകരിച്ച പോലെ നിന്റെ കുടുംബത്തിൽ നടക്കേണ്ട ദൈവപ്രവൃത്തി നിന്റെ നാവിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ നമ്മുടെ ഒരു കുഴപ്പം പറയാം, 4 പേര് കുറ്റം പറയുന്നതിനിടയിൽ നമ്മൾ എന്നിരുന്ന നമ്മളും അറിയാതെ ആദ്യം മൂളും. ഈ കുറ്റം പറയുന്നത് ചിലർക്കൊരു ഭയങ്കര സന്തോഷമാണ്. കുറ്റം പറഞ്ഞ് മാത്രം ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. പിശാച് ഇപ്പോഴും പറയുന്നത് അവൻ യോഗത്തിനാണ് വരുന്നത്, പക്ഷേ പിശാച് പറയും അവൻ എൻ്റെ ആളാണ്, കാരണം ഞങ്ങളുടെ കാര്യം എപ്പോഴും സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യം വൈകിട്ടായി എന്തതിശയം എന്ന പാട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ 91 സങ്കീർത്തനം കാണാതെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന ഏറ്റവും ആൾക്കാർ കൂടുതൽ വായിക്കുന്ന സങ്കീർത്തനം 121. കാര്യം 4-5 വാക്യമേ ഉള്ളല്ലോ. അമ്മി ഇവിടെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അമ്മി ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പകൽ ഒരു ചോദ്യം ചോദിക്കുക, നിൻ്റെ വാക്കുകളെ ഇന്ന് മുതൽ സൂക്ഷിക്കുമോ? എത്ര പേര് തയ്യാറാണ് സൂക്ഷിക്കാൻ? നമ്മുടെ വാക്ക് ഇതിന് ദൈവദൂതം വന്ന് വായൊന്നും പൊത്തിപ്പിടിക്കത്തില്ല, അവരവർ തന്നെ ചെയ്യണം. ബൈബിൾ ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ വെളിപ്പാടിലോട്ട് നമുക്കൊന്ന് പോകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സത്യത്തിൽ നല്ല വാക്ക് പറയാൻ നമ്മൾ ശീലിക്കണം. എന്തുവാ? നല്ല വാക്ക് പറയാൻ അത് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല. ഇന്ന് മുതൽ ഞാൻ ആരെയും മിണ്ടത്തില്ല. എന്നാലും കണ്ടാൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ ബ്രദറെ എന്തോ ഉണ്ട്, സുഖമാണ്, ഭാര്യ എന്ത്, പിള്ളേരെവിടാ, അങ്ങനെ ആകണമെന്നല്ല. മിണ്ടുന്നില്ല. പണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് പഠിച്ചൊരു പുള്ളിക്കാരനെ വഴി വെച്ച് കണ്ടപ്പം ഞാനൊരു ബുക്ക് സ്റ്റാൾ നിൽക്കും. ആ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ആഹാ എത്ര നാളായി കണ്ടിട്ട്, സുഖമാണോ? കുടുംബമൊത്തം പറയുന്നു, പിള്ളേരെവിടാ? അയ്യോ. ആ പുള്ളി പോയപ്പോൾ ഞാൻ ബുക്ക് സ്റ്റാളിൽ ചെയ്യുന്ന പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഈ പുള്ളിക്ക് എന്താ പറ്റി? ആ പുള്ളി മിണ്ടാത്തൊരു സഭയിലാണ് ഇപ്പോൾ പോകുന്നത്. ഈ ചിലർ ആരോട് ഇന്നാളെ ഒരാൾ കൂട്ടർ സുവിശേഷം പറയാൻ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വേറെ ആരുടെയും കൂടെ പ്രാർത്ഥിക്കത്തില്ല. ഒത്തിരി ഗ്രൂപ്പുണ്ട്. ഇത് വായിച്ചോണം, ഗുണപ്പെട്ടോണം, അവിടെ ചെന്നോണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് എന്ത് ചെയ്യത്തില്ല. നിങ്ങൾക്കിപ്പോൾ കാലം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ സ്വയം നമുക്ക് ഒരു ചോദ്യം, ഈ വാക്ക് നന്നാക്കുന്ന ഒരു ദേഷ്യം വരുമ്പോൾ എന്തോ ദേഷ്യം വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ചില ആൾക്കാർ 1 മാസം ഒന്നും പറയത്തില്ല, ആ പറയാനുള്ളതിനും കൂടെ പിറ്റേ മാസം ഒന്നിച്ചിരുന്നങ്ങ് പറയും. 1 മാസം ഒരു കുറ്റവും പറയത്തില്ല, ഭർത്താവ് ദേഷ്യപ്പെട്ടാലും മിണ്ടത്തില്ല, ഇതെല്ലാം അച്ഛൻ ഭയങ്കരമായിട്ട് പോരാടുക എന്ന് പറഞ്ഞ് പിടിച്ച് നിന്ന 29-ാം തീയതി കഴിഞ്ഞ 28 ദിവസം പറയാഞ്ഞത് ഒരു പകലും രാത്രിയും കൊണ്ട് പറഞ്ഞങ്ങ് തീർക്കും. തീർന്നച്ച ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുമ്പോഴേ അവർക്കൊരു സമാധാനം. ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഭാഗത്തിലോട്ട് ഞാൻ പറയാം, വാക്കുകളെ നിയന്ത്രിക്കണം. കാരണം ബൈബിൾ ഭാഷ പറയാം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ്, അതിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ഇന്ന് പകൽ ദാവീദ് ഒരിക്കൽ പറയാൻ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ഇന്ന് പകൽ ഏതൊക്കെ തടസ്സമുണ്ടെങ്കിലും ഞാൻ ജയിക്കുമെന്ന് പറയാൻ നിന്റെ നാവിന് ബലം തരട്ടെ. നിന്റെ നാവിന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറണം, അത് പ്രാർത്ഥിച്ച് നീ മാറ്റണം, നിന്റെ ജോലിയുടെ തടസ്സം മാറണം. ഇതെല്ലാം നടക്കണമെങ്കിൽ നീ ഒരു ആത്മീകനാകണം. അപ്പോൾ ഒന്ന് നല്ല വാക്ക്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. നമുക്ക് ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. എഫെസ്യ ലേഖനം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും. നിങ്ങളുടെ ഒരു കുറവ് ആദ്യ സെക്ഷനകത്ത് തന്നെ പരിശുദ്ധാത്മാവ് തൊടുവാണ്. വാക്കുകളെ സൂക്ഷിക്കണം. വാക്കുകളെ
ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ വാക്ക് മറന്നേര്. ഇന്നൊരു പുതിയ ജീവിതത്തോട് ഇവിടുന്ന് പോകണം. ഇനി നല്ല വാക്ക് പറയുന്നവരോട് ഞാൻ പറയാം, നെഗറ്റീവായി പറയരുത്, പോസിറ്റീവായി പറയണം. അവിശ്വാസം പറയരുത്, വിശ്വാസം പറയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഏതൊക്കെയോ വീടുകൾക്കകത്ത് അസാധാരണമായത് എന്തൊക്കെയോ നടക്കുവാൻ പോകുകയാ. അതിന് നിന്റെ നാവ് പ്രയോജനപ്പെടട്ടെ. നീ പറയുന്ന പോലെ സംഭവിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ഈ സദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്. അത് ബൈബിളിൽ നിന്ന് എല്ലാവരും ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. 16-ാം അധ്യായത്തിൻ്റെ ജീസസ് 24-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു. ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ചേ. ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു. നിങ്ങൾക്കറിയാം, ഈ ചില ആൾക്കാരുടെ അടുക്കൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ മീറ്റിങ്ങിന് ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ, സ്തോത്രം, ജനമെല്ലാം തിങ്ങിക്കൂടിയിട്ട് അപ്പുറത്ത് നമ്മുടെ അടുത്തുമെല്ലാം വിശ്വാസികൾ വന്നിരിക്കുക. അപ്പം മുമ്പിൽ 2 അച്ചായന്മാരിരിക്കുക. അതിലൊരച്ചായം പറയുക, മറ്റേ ബ്രദറിനോട് പറയുക, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കസേറ ഇരിക്കുക. സ്തോത്രം. ഞാൻ അച്ചാനോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ എഴുതുമ്പോൾ അച്ചാൻ ഈ കസേറയിൽ ഇരുന്നോണം. സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ, അച്ചാൻ ഇച്ചിരി നടുവിന് പ്രശ്നമുണ്ട്. അച്ചാൻ അടുത്ത് നിൽക്കുന്ന അച്ചാനോട് പറയുക, സ്തോത്രം, ഭയങ്കര കടബാധ്യതയാടാ. സ്തോത്രം. ഉടനെ അച്ചാൻ പറയുക, പേടിക്കണ്ട, എനിക്ക് എത്ര രൂപ കടമുണ്ട്? അപ്പം പറഞ്ഞു, 90 ലക്ഷം രൂപ കടമുണ്ട്. അന്നേരം ആ അച്ചായൻ പറയുക, എടാ എനിക്ക് 1.5 കോടി കടമുണ്ടായിരുന്നു, യേശു വീട്ടിൽ. എടാ നിൻ്റെ കടം വീട്ടിൽ തരും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലരുടെ വാക്കുകൾ ഭയങ്കര കരുത്ത് പകരുന്നതാ. ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അച്ഛാ കസേറ ഇരിക്കണം. എനിക്ക് കസേറ ഇരിക്കണ്ട, ഇവൻ്റെ അടുക്കലിരുന്നാൽ ഇങ്ങനെ നല്ല വാക്ക് കിട്ടും. ഒരാമ്യം വരുന്നില്ല. ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നീ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നിന്റെ വാക്ക് ചിലരെ രക്ഷപ്പെടുത്തണം. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൃപയോടുകൂടിയതാകട്ടെ. പൗലോസ് പറയാം, ഉപ്പിനാൽ രുചി വരുത്ത്. യേശു ചില അധരങ്ങളിൽ കൃപ ഒഴുകാൻ പോവുക. എന്നോട് ദൈവാത്മാവരെ, ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട പല നാവുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ വായിലെ വാക്ക് ദൈവത്തിന് പ്രസാദമാകട്ടെ. നീ നിമിത്തം ചിലർക്ക് വിടുതൽ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ ആത്മാവ് എനിക്ക് കാണിച്ചു തരിക. നിങ്ങൾ ഇച്ചിരൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അല്പം കഴിയുമ്പോൾ വെളിപ്പാടിൻ്റെ കലവറ ഇവിടെ തുറക്കും. അപ്പോൾ ഒന്നാമത് നമ്മുടെ ക്രമീകരണമാണ് വെളിപ്പെടുത്തുന്നത്. നമ്മളെ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു. ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും. നല്ല വാക്ക്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ശ്രദ്ധിച്ച്, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഒരാൾ ആത്മീകനാകുമ്പോൾ ഓർക്കണം, അവൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. ഈ നിങ്ങളുണ്ടോ, ഈ ദേഷ്യം വരുമ്പോഴാണ് ഈ വാക്കിനെ നിയന്ത്രിക്കാനായിട്ട് ഭയങ്കര പ്രയാസം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ സ്തോത്രം ഒരു അപ്പനും ദൈവത്തിൻ്റെ സ്തോത്രം അമ്മയും മകനും കൂടെ വന്നു. അപ്പം അവർ പ്രാർത്ഥനാവിഷയം മോൻ്റെ കാര്യം പറയുക. ഫസ്റ്റേ അപ്പം പറയുക, സ്തോത്രം, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തുവാ അവന് വിഷയം? അവൻ ശാന്തനാ, പക്ഷെ ദേഷ്യം വന്നു അവൻ അമ്മയെ തല്ലിക്കളയും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അമ്മേ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, തല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒരു 10-70 വട്ടം തല്ലിയിട്ടുണ്ട്. പിന്നെ ക്ഷമിക്കുന്നത് ആരായിട്ടാ? മോനായിട്ടാ. അപ്പം ഞാൻ അവനോട് ചോദിച്ചാടാ, നീ കല്യാണം കഴിക്കുമ്പോൾ എന്തോ ആ ഭാര്യയെ തല്ലുമല്ലോ. അന്നേരം നല്ല ആങ്ങളമാരുണ്ട്, വേറെ അറിയും. നിങ്ങൾ മനസ്സിലായില്ല? ഹല്ലേലൂയ. അപ്പം എന്ത് ശീലിക്കുന്നോ, ഒരാൾ സ്വന്തം അമ്മയെ ചീത്ത വിളിച്ച് പഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കല്യാണം കഴിച്ചാൽ ഭാര്യയും വിളിക്കും, നാട്ടുകാരെയും വിളിക്കും, പിന്നെ പോലീസുകാരെയും വിളിക്കും. അന്നേരം കളി മാറും. അപ്പം ഞാനിവിടെ മനസ്സിലാക്കി തരുന്നത് എന്തുവാ? നല്ല വാക്ക് പറഞ്ഞാൽ, ഈ ഒരാത്മീകനെ സംബന്ധിച്ച് അവനിന്ന് എപ്പോഴും നല്ല വാക്ക്. ഒരാളുടെ വാക്ക് മോശമാണെങ്കിൽ അവൻ്റെ ആ ആത്മീക നിലനിൽപ്പിനെ പോലും ബാധിക്കും. ഞാൻ നിങ്ങളോട് പറയാം, ആരും നിന്നെ ദേഷ്യപ്പെടുത്തിയാലും നീ ദേഷ്യപ്പെടരുത്.
ആര് നിന്നെ കോപിച്ചാലും നീ കോപിക്കരുത്. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചോ. പാപം ചെയ്താൽ സൂര്യൻ അസ്തമിക്കും മുമ്പ് കോപിച്ചാൽ പരിഹാരം ഉണ്ടാകണം. അപ്പം നമുക്കിനിയും ദൂതിലോട്ട് വരാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് നമ്മുടെ ആദരം സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? കർത്താവിന് സ്തോത്രം. ചിലരുടെ ഉള്ളിൽ ഇന്ന് കഠിനമായ തീരുമാനങ്ങൾ, കർത്താവിന് സ്തോത്രം, ഉണ്ടാകണം. ആദരം സൂക്ഷിച്ചാൽ നിൻ്റെ ആത്മീക വർധനവ് വ്യാപരിക്കും. ഈ നല്ല വാക്ക് പറയുമ്പം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ തകർച്ചയല്ല വരുന്നത്, ആത്മീക ജീവനാണ് ഉണ്ടാകുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ആത്മീക വർധനവ് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളിൽ ആത്മീക വർധനവുണ്ടായാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. ഞാനൊരു വിഷം കണ്ടോണ്ടാണ് നിൽക്കുന്നേ, നിൻ്റെ ലൈഫിനെ തകർത്ത വ്യാപാരങ്ങളുടെ മേൽ നിന്നെ ആത്മാവിലൊന്ന് പണിയാൻ പോവാ. ചിലരുടെ ഉള്ളിനകത്ത് കൈവിട്ടു പോയ സകല അനുഗ്രഹങ്ങളും ഇന്നത്തെ പ്രാർത്ഥനയിൽ തിരിച്ചു പിടിക്കണം. ഞാൻ കാണുന്ന കാഴ്ച പറയാം, പലരുടെയും ജീവിതത്തിൽ പുതിയ അടിസ്ഥാനമിട്ട് ദൈവം പണിയാൻ പോവാ. നീ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ നീ പണിതുയരാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബം യേശു ആത്മീകത്തെ തകർക്കുന്ന ദുരാത്മതലങ്ങൾ നിന്നെ വിശ്വാസത്തിൽ വിടാത്ത, പ്രാർത്ഥനയിൽ നിർത്താത്ത, രക്ഷിക്കപ്പെടുത്താത്ത, മദ്യത്തിൽ നിന്ന് പിടിപിടിക്കാത്ത, പാപത്തിൽ നിന്ന് പിടിപിടിക്കാത്ത ആ ദുഷ്ടശക്തി ഇന്നിവിടെ ഒരു വിടുതൽ ഏറ്റെടുക്കണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ആദ്യത്തെ സെക്ഷൻ, ചിലരുടെ ആത്മീക വർധനവ് നടന്നാൽ നിന്റെ മുമ്പിൽ ശത്രു കെട്ടിയ കോട്ടയെല്ലാം തകരും. ആ ലെവലിൽ നിന്റെ ആത്മീക മനുഷ്യനെ ഉണർത്താൻ പോവുക. എത്ര പേർക്ക് ആമീൻ പറയും. ചിലരുടെ മിനിസ്ട്രി വെളിപ്പെടാൻ പോവുക, ചിലരുടെ അഭിഷേകം. ചില വീടിനകത്ത് കാലപ്പഴക്കം ചെന്ന ദുർമന്ത്രങ്ങൾ നിന്റെ വായിലെ വാക്കുകളാൽ ആ കെട്ടുകൾ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആത്മീയ വർധനവ് പ്രാപിക്കാൻ? ആഗ്രഹമുണ്ട്. ലൈവിൽ കാണുന്നവർ മിണ്ടുന്നില്ല. ഒരു ആത്മീക വർധനവ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ജീസസ്. ആ തലമുടി നരച്ച ബ്രദർ ഒന്ന് കൈവക്കാവോ? അടയാളം പറഞ്ഞാണേ. ഞാനൊരു കാഴ്ച കാണുക, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളോളം 3 ആൾ വലിപ്പത്തിൽ ഒരാൾ നിൽക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് അതാരാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, അവനെ ആ ലെവലിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിന്റെ മുമ്പിൽ ഏതൊക്കെ തലപൊക്കി നിൽക്കുന്നുണ്ടോ അതിൻ്റെ മുകളിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് വെളിപ്പാടുകളുടെ കലവറകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഏതൊക്കെ ശക്തി നിന്നെ കീഴടക്കിയോ, ഏതൊക്കെ ദുർശക്തി നിന്നെ കീഴടക്കിയോ അതിൻ്റെ മുകളിൽ എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇന്ന് പകൽ ഭൗതികം വരുമെന്നല്ല, ആത്മീകം വളരാൻ പോവുക. ആത്മീകം വന്ന ഭൗതികം പുറകെ വരും. നിന്റെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിലേക്ക് വരാം. നിങ്ങൾ അല്പം മിനിറ്റുകൾ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പം ഒന്നാമത് എടുക്കേണ്ട തീരുമാനം, ഇന്നു തൊട്ട് എൻ്റെ വാക്കുകളെ ഞാൻ സൂക്ഷിക്കും. സൂക്ഷിക്കുമോ? സൂക്ഷിക്കുമോ? ഒന്ന് പറഞ്ഞേ. ഇന്നു തൊട്ട് അത് ഭർത്താവിനോട് പറയുന്നതായിട്ട്, ഭാര്യയോട് പറയുന്നതായിട്ട്, നാട്ടുകാരോട് പറയുന്നതായിട്ട്. ഈ ചിലർക്കൊക്കെ ദൈവദാസന്മാരോട് പറയുമ്പോൾ ഒരു പ്രത്യേക, അയ്യോ പാസ്റ്ററെ കാണാനിടയായല്ലോ, കേൾക്കാനിടയായല്ലോ. വീട്ടിൽ ചെല്ലുമ്പോൾ കത്തിച്ച് കളയും ഞാൻ. പിണങ്ങരുത്. ഇതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യമാണെന്ന് പറഞ്ഞ് കൈ ഉയർത്തണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വതം ആര് ശാന്തമായി ജീവിതം കൊണ്ടുപോകുന്നു അവനാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ എന്നോട് പ്രാർത്ഥന പറഞ്ഞ് ദൈവം പറഞ്ഞു, ഈ 5-ാമത്തെ ദിവസം പ്രാർത്ഥന കഴിയും മുമ്പ് ചില വീട്ടിൽ അത്ഭുതങ്ങൾ ഉരുവായി വരും. ആരുടെയൊക്കെയോ ലൈഫിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോവുക. യേശുവിൻ്റെ നാമത്തിലൊരു ദൈവപ്രവൃത്തി. യേശുവിൻ്റെ നാമത്തിൽ ആരാധന ഉയരുമ്പോൾ വലിയ കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥന നടക്കും.
എത്ര പേര് അതിനാമിയും പറയാൻ പറ്റും? നമുക്ക് ഇച്ചിരൂടെ ഈ ഭാഗങ്ങളിലോട്ടൊന്ന് വരാം. അപ്പോൾ ആത്മീയ വർധനവ് പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് കൊലോസ്യ ലേഖനം ഒന്നെടുക്കാം. കൊലോസ്യ ലേഖനം, കർത്താവിന് സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്താട്ട് 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. നമ്മൾ പാലിക്കേണ്ട 5-6 കാര്യങ്ങൾ പൗലോസ് കൊലോസ്യയിലെ വിശുദ്ധന്മാരോട് പറയുക. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. ചിലർ യേശുവിനെ കൈക്കൊണ്ടേച്ച് തോന്നിയ പോലെ പോവും. അങ്ങനെയല്ല, യേശുവിനെ കൈക്കൊണ്ടവൻ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആളെ തൊട്ട ദൈവിക കൂട്ടായ്മ വിടലെന്ന് പറ. ഇന്ന് നിങ്ങൾക്കറിയാം എത്ര പ്രതിസന്ധി ഉണ്ടായിട്ടും ഇന്നലെ രാത്രി മഴ ഇടിച്ചുകുട്ടി പെയ്തിട്ടും ഇന്ന് ഈ പന്തൽ നിറച്ചാള് വരാൻ കാരണം ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ആ കൂട്ടായ്മ ബന്ധമുള്ളത് കൊണ്ടാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങൾക്കറിയാം ഈ കൂട്ടായ്മ ബന്ധത്തിൻ്റെ വലിയൊരു പ്രാധാന്യത ഞാൻ പറയാം. ഞാൻ ഒരിക്കൽ സ്തോത്രം ഇവിടുന്ന് പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് ആ ഗേറ്റിൻ്റെ അവിടോട്ട് പോയി കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയപ്പം ഒരപ്പച്ചൻ എൻ്റെ നേരെ വന്നു. ഈ അപ്പച്ചന് ഇന്നിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പച്ചൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു സാക്ഷ്യമുണ്ട്. അതെന്നാ? എൻ്റെ മക്കളല്ല എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. സ്തോത്രം. ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു ഒരു വലിയ ഓപ്പറേഷൻ വേണം. സ്തോത്രം. ആ മക്കൾ ചോദിച്ചപ്പം ഓപ്പറേഷൻ ഏകദേശം 3-3.5 ലക്ഷം രൂപ വേണം. സ്തോത്രം. മക്കൾ എന്നോട് വീട്ടിൽ കൊണ്ട് വിട്ടേച്ച് പറഞ്ഞു, അപ്പച്ച ഇനി ഓപ്പറേഷൻ ഒന്നും വേണ്ട, ദൈവം വിട്ട് ആയുസ് തികച്ച് സ്തോത്രം സ്വർഗത്തിൽ പൊക്കോളാൻ പറഞ്ഞു. അതിനർത്ഥം അവർ കാശ് മുടക്കാൻ തയ്യാറല്ല. മക്കളെ ഞങ്ങളുടെ അയൽവക്കത്തെ ഓട്ടക്കാരനെ കൂടെ കൂട്ടുപിടിച്ച് ഞാനിവിടെ വന്ന് സ്തോത്രം ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ വേക്കിരുന്നപ്പം ഞാനിവിടെ വന്നിരുന്നു. എന്നിട്ട് എന്തുവായി അപ്പച്ച? എൻ്റെ എല്ലാ രോഗവും മാറും. സ്തോത്രം സ്തോത്രം. ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നില്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം നടക്കും. ശരീരത്ത് സൗഖ്യം നടക്കും, ഭാവിയുടെ തടസ്സങ്ങൾ മാറും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം തന്നെ നിന്റെ ഭാവിയുടെ തടസ്സം മാറട്ടെ. നിന്റെ ശരീരം ചില കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ തടസ്സം പൊട്ടുന്ന പ്രാർത്ഥനയാണ്. ഈ കല്യാണം കഴിക്കാത്ത സകല മക്കൾക്കും ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ഇൻവോൾവ് ആകുന്ന തലമുറകൾക്ക് എവിടോ കോട്ടകൾ ഇടിയുക. നിന്റെ അകത്തെ ആത്മമനുഷ്യൻ ഉണരട്ടെ, നിന്റെ അകത്ത് കൃപാവരങ്ങൾ ഉയരട്ടെ, നിന്റെ അകത്ത് അഭിഷേകം. ഇസഹാക്കിന് റബേക്കയെ ഒരുക്കിയ പോലെ, റബേക്കയ്ക്ക് ഇസഹാക്കിനെ ഒരുക്കിയ പോലെ ചിലർക്ക് ഈ പ്രാർത്ഥനയിൽ ചിലത് ഒരുക്കപ്പെടും. നിന്നെ മുന്നോട്ട് വിടാതെ നിന്റെ വഴിയിൽ വഴിമുടക്കിയ കയറിയ പല തടസ്സങ്ങളും ഈ പ്രാർത്ഥന ഏറ്റെടുത്തോണം. ഈ 5 ദിവസത്തെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനയായിട്ട് ഏറ്റെടുത്തോണം. ആര് വന്നില്ലേലും നീ വന്നോണം, നീ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ഈ പ്രാവശ്യം നിന്റെ വീട്ടിൽ ചിലത് തേടി വരും. അങ്ങനെയൊക്കെ പ്രവചിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് ആമീൻ പറയും? നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യം നടക്കുമെന്ന് ഈ പ്രാർത്ഥന തെളിയിക്കും കേട്ടോ. ആരൊക്കെയോ ആ ദൂത് ഏറ്റെടുക്കുക. ലൈവിൽ കാണുന്നവർ, ഇവിടെ കൂടപ്പെട്ടവർ ഏറ്റെടുക്കുക. നടക്കത്തില്ലെന്ന് പറഞ്ഞത് ഈ പ്രാർത്ഥന നടത്തിത്തരും. കൃപ. ഞാനൊരു കാഴ്ച കാണുക. ചിലർക്ക് മുമ്പിൽ പിശാച് കൊണ്ടുവന്ന കോട്ടകളൊക്കെ ഇടിയാൻ പോവുക. നിങ്ങളൊരു ആത്മീകരാകണമെന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അറിയോ? സ്തോത്രം. ഞാൻ ഈ ഭാഗത്തോട്ട് പെട്ടെന്ന് ഓടി വരാം. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് വരാം. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന ദൂതിലോട്ട് വരാം. ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. വർഷങ്ങളായി ശത്രു വിവാഹം മുടക്കിയ പല കുഞ്ഞുങ്ങൾക്കും 99% ആൾക്കാർക്കും ഈ പ്രാർത്ഥന ഏറ്റെടുത്താൽ നിന്റെ സന്തതിക്ക് വിടുതല.
ഓ, നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഇതുവരെ ഞാൻ പറഞ്ഞത്, പക്ഷേ നിങ്ങൾ എഴുതിയിട്ടോ, ഞാനൊരു ശബ്ദം കേൾക്കുക. ഓ, സന്തതിയുടെ ഭാവിയെ ബ്ലോക്ക് ചിലരുടെ അകത്ത് നിന്റെ ആത്മമനുഷ്യൻ ഉണരുക, നിന്റെ അകത്ത് ആത്മസന്തോഷം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ചെല്ലു പറയത്തില്ലയോ, ഈ പ്രാവശ്യം ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടാ. അമ്മി അടുത്തിരിക്കുന്ന തൊട്ട് ഈ ഉപവാസത്തിൽ ഞാൻ ഒത്തിരി പ്രതീക്ഷയോടാന്ന് പറ. ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതെല്ലാം തലമുറയുമായിട്ട് റിലേറ്റഡാ, സന്തതികളുമായി. ഓ റംബ ഹസി, ഓ കൃപ കൃപ. ഓ, ചിലർക്ക് വഴിയാ, വേറെ വഴി, ചിലർക്ക് യാത്ര, ചിലർക്ക് മാര്യേജ്, ചിലർക്ക് തലമുറ. അപ്പം ആത്മീയ വർദ്ധനം ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നറിയോ? കൂട്ടായ്മ. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. ഫെലോഷിപ്പ്, അവൻ്റെ കൂട്ടായ്മ വിടരുത്. ഈ യോഹന്നാൻ ലേഖനത്തിലുണ്ട്, നമുക്ക് കൂട്ടായ്മ ഉള്ളത് പിതാവായ ദൈവത്തോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടുമാണ് നമുക്ക് കൂട്ടായ്മ. രണ്ട് ഭാഗത്ത് കിടക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടായ്മ ദൈവത്തോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണ്. ദൈവത്തിന് എന്നിട്ട് വായിക്കുകയാണ്, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നത് പോലെ അടുത്ത് വായിക്കുക, അവനിൽ വേരൂന്നണം. അവനിൽ. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു വൃക്ഷം ഭൂമിയിൽ വേരിറക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ തേണ്ട അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ കണ്ടോ? നിങ്ങളുടെ കാറ് നല്ല തണലി കിടക്കുവാൻ കാരണം ഒരു വൃക്ഷം നിൽക്കുന്നുണ്ടാ. ആ വൃക്ഷം ഈ ഭൂമിക്കടിയിലെ വെള്ളം വലിച്ചെടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ആ വൃക്ഷത്തിൻ്റെ ഇല പച്ചിട്ട് നിൽക്കാനാണ്. ഇതുപോലെ ദൈവാത്മാവ് പറയാം, നിന്റെ വാട്ടവും കോട്ടവും ഒക്കെ പൊട്ടി നീ നിന്റെ ദേശത്തൊന്ന് പച്ചിക്കാൻ പോവാ. യേശു ക്രിസ്തുവിൽ വേരൂന്നി. ഓ, യേശുവിൻ്റെ നാമത്തിൽ. ചിലരോടൊക്കെ എവിടൊക്കെയോ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ. ഈ നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നത് എന്തിനാ? കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്നത് എന്തിനാ? കൂടുതൽ സമയം പാട്ട് പാടുന്നത് എന്തിനാണ്? എങ്ങനെങ്കിലും ആ ക്രിസ്തുവിലോട്ട് നമ്മുടെ വേരൊന്നിറങ്ങാനാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇപ്പോൾ അടിക്കുന്ന കാറ്റൊന്നും നിന്നെ പറിക്കത്തില്ല. കാരണം നിന്റെ വേര് ക്രിസ്തുവിൽ ആഴ്ന്നു കിടക്കുക. എത്രയെത്ര കാറ്റുകളാൻ. ഓ നന്ദി കർത്താവേ. നിന്നെ പറിക്കേണ്ട കാറ്റാ, പക്ഷെ നീ പറയാതിരിക്കുന്ന രഹസ്യം. ഈശാനമുൾ അടിച്ചു, നിനക്ക് കുലുക്കമില്ല. കൊടുങ്കാറ്റടിച്ചു, കുലുക്കമില്ല. കാരണം നിന്റെ വേര് ക്രിസ്തുവിലാ. യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കണ്ടേ? ഞാനങ്ങ് പറഞ്ഞു വാ. എല്ലാം യോബ് തീർന്നെന്ന് പറഞ്ഞപ്പോൾ യോബ് പറയുക, നിങ്ങൾക്കറിയാമോ, എൻ്റെ വേര് വെള്ളങ്ങളിലേക്ക് പടർന്നു ചെല്ലുന്നു, എൻ്റെ കൊമ്പുകളിൽ മഞ്ഞ് രാപാർക്കുന്നു എന്ന് പറഞ്ഞാൽ താഴേന്ന് വെള്ളം വലിച്ചിട്ട് ഒക്കുന്നില്ലെങ്കിൽ മേളിൽ നിന്ന് മഞ്ഞുകൾ കൊമ്പിൽ രാപാർക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ എത്രയും തകർന്നോ അത്രയും നീ കിളിർക്കും, എത്രയും നീ വാടി. കൃപ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം നടക്കുന്ന വിടുതൽ ഞാൻ പറയാം, നിങ്ങളുടെ ആത്മീയം വർദ്ധിക്കാൻ തുടങ്ങും. ആയുസ്സിൽ പ്രാർത്ഥിക്കാത്ത നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ആയുസ്സിൽ ആരാധിക്കാത്ത പോലെ നീ മുറിക്കകത്ത് കയറി ആരാധിക്കും. ആ ആരാധനയുടെ 5-ാമത്തെ ദിവസം നീ നോക്കിക്കോണം, നിനക്ക് വിചാരിക്കാത്ത ഡെലിവറൻസ്. നീ പറയും, ഇത് മനുഷ്യന് തന്നതല്ല, ഇത് ദൈവം തന്നതാണ്, ഇത് മനുഷ്യന് തന്നതല്ല. ഓ, ഇവരുടെ ചിലരുടെ ഉയർച്ചയ്ക്ക് നേരെ നിൽക്കുന്ന ദുർശക്തികളുണ്ട്. ഇന്ന് നോക്കണം, ശക്തികൾ അലറി വിട്ടുപോകും.
ഓ യേശുവിന്റെ നാമത്തിൽ നിന്നെ ഇനിയും ബന്ധിച്ചു വെക്കാൻ പറ്റുകയില്ല. നിന്റെ വഴിയെ കൃപ 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 കൃപ. യെസ്, അല്ല ചിലരുടെ മേൽ ഭയങ്കര അഭിഷേകം. ഇന്ന് കെട്ട് പൊട്ടണം, ഇന്ന് ആ കെട്ട് പൊട്ടണം, ഇന്ന് ആ ബന്ധനം അഴിയണം. നല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗമുള്ളിടത്തൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചോണം. ആരും കാണുമൊന്നും വേണ്ട. നിന്റെ വിശ്വാസമായി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൗഖ്യമാവും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയും, ആരും തൊടാതെ നിന്നെ കർത്താവ് ഇന്ന് തൊടും. അതിനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിന്റെ ജഡമനുഷ്യൻ താണുകൊണ്ടിരിക്കുക, ആത്മമനുഷ്യൻ തലപൊക്കി. പല പല വിചാരങ്ങൾ കൊണ്ടിട്ട്, പല പല ചിന്തകൾ കൊണ്ടിട്ട് നിന്റെ ആത്മീകത്തെ മൂടാൻ നോക്കുമ്പം നാട്ടുകാരെന്തോ പറയും, വീട്ടുകാർ ആരും ഒന്നും പറയത്തില്ല. നിന്റെ നിനക്കൊരു ചാൻസ് തന്നേക്കുവാ ഈ 5 ദിവസം. നീ ഇനിയും വളരണം. നിന്നെ ഒറ്റയ്ക്കൊരു മുറിക്കകത്തിരുത്തി ആവശ്യമില്ലാത്ത കുരുക്കിക്കൊണ്ട് കയറ്റി നിന്റെ സന്തതിയുടെ മണ്ടയടക്കാൻ നോക്കുമ്പം ഈ 5 ദിവസം ഇവിടെ ആത്മാവിന്റെ പണി കണ്ടോ 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 കണ്ടോ. നല്ലൊരു ഹല്ലേലൂയ പറ. ആ കണ്ണാടി വെച്ച ആളൊന്ന് എഴുന്നേക്കോ. തലേ കൂടെ സ്കാർഫ് ഇട്ട് ഇപ്പം തലേ പിടിച്ചോണ്ട് നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. നിങ്ങൾക്കൊരു വലിയ വിടുതൽ ദൈവത്തിൽ നിന്ന് വരിക. നിങ്ങൾക്ക് സൗഖ്യമല്ല വരാൻ പോകുന്നത്, നിങ്ങളുടെ വീടിനകത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. ഒരു മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ എവിടൊക്കെയോ ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ തൊടുക. ലോഡ്, ആ കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ മടിയിൽ ഒരു കുഞ്ഞിരിപ്പുണ്ട്. ആ റെഡ് ആ വെള്ള ഷാളിട്ട സിസ്റ്റർ ഒന്ന് കൈവക്കിക്ക്. നിന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞ് ഒരു വാക്തത്വമാണ്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ കുഞ്ഞിലൊരു വിടുതൽ നടക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ കൊണ്ടൊന്ന് തൊട്ടേ. എന്നെ നോക്കിയ നിങ്ങളുടെ കഴുത്തേൽ ഇവിടെ ഒരു മാല കഴുത്തേൽ ഇടുന്ന പോലെ നിങ്ങളുടെ കഴുത്തിന് ചുറ്റും നിങ്ങളുടെ പെടലിയോട് ബന്ധപ്പെട്ട് ഒരു രോഗാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ജീസസ്, ഇവിടെ ശരിയാണോ ഞാൻ പറയുന്നത്? ആണോ? ജീസസ്, ഇപ്പം നീ സൗഖ്യമാവും. അതിന് 9 മാസത്തെ പഴക്കമുണ്ട്. 9 സെക്കൻഡ് കൊണ്ട് എനിക്ക് ആത്മാവിൽ കാണാം. ഇതിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ റമന ഹന്തന പ്രഭാതരക്ഷസി തൊട്ട് പിടിപ്പിക്കവിടെ. ചിലരുടെ തൊണ്ടയിലെ മുഴ ആരും കൈവെക്കാതെ ഇപ്പൊ സൗഖ്യമാവും. തളർന്ന കൈമേൽ സ്തോത്രം. ആ ശുശ്രൂഷയൊക്കെ അവിടെ നടന്നോട്ടെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച പറയട്ടെ. ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ഭൗതികം അങ്ങ് മറന്നു, ആത്മീകം വളർന്നോ ഭൗതികം പുറകെ വരും. സിസ്റ്ററെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വലിയ വിടുതൽ നടക്കും. നിങ്ങൾ നല്ല ലെവലിൽ ഉയർന്നു പോകേണ്ടവരായിരിക്കും. പക്ഷെ നിങ്ങളെ ശത്രു ബന്ധിച്ചിട്ടു. ഇന്ന് പകല ബന്ധിച്ച ബന്ധനം നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം നിന്റെ വീട് വിജിപ്പാഷ ഒന്ന് കൈവച്ച അവരുടെ തലയിൽ ആ കെട്ടൊന്ന് അഴിയട്ടെ. അഴിയട്ടെ. ദൈവദാസൻ കൈവെക്കുമ്പോ ചിലര് ശരിക്കും ആത്മാവിൽ നിറയണം. നിന്റെ വീട്ടിൽ നിന്ന് എന്തോ നീങ്ങിപ്പോവുക. നിന്റെ കുടുംബത്തിൽ നിന്ന് എന്തോ ജീവിക്കാൻ സമ്മതിക്കാത്ത, ആത്മീക ജീവിതം നയിക്കാൻ സമ്മതിക്കാത്ത, അഭിഷേകം കൈമാറാൻ ചിലരുടെ
ഓ റബഹസി. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. നിന്റെ ആത്മീകത വർദ്ധിക്കുക. കൃപ 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 കൃപ. ചിലരുടെ വിവാഹ സമയത്ത് വീണ കെട്ടുവരെ ഇന്ന് പൊട്ടും. വിടുതൽ സ്വീകരിച്ചേ, വിടുതൽ സ്വീകരിച്ചേ, വിടുതൽ. എന്നെ അല്പം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആത്മീയ വർധന പ്രാപിക്കാൻ? ഞാൻ നിങ്ങളോട് പറയാം, പല രോഗവും ഇന്ന് നിന്റെ ശരീരത്തിൽ യോഗം കഴിയുമ്പോൾ കാണത്തില്ല. കാരണം നിന്റെ ജഡീക തലത്തിനകത്തൊരു ആത്മശക്തി വ്യാപരിക്കുക. നിന്റെ ഫിസിക്കൽ ബോഡിയിൽ ഒരു ആത്മശക്തി വ്യാപരിക്കുക. നിന്നെ ജഡത്തിലേക്ക് വലിച്ചോണ്ട് പോകുന്ന ആ ദുർചിന്തകളെ ചിലര് കൂട്ട അഭിഷേകം. ഇതുവരെ പറഞ്ഞ അന്യഭാഷയല്ല, നിനക്ക് പുതിയ ഭാഷ, പുതിയ കൃപ. ഓ ഓ ഇവിടെ മറ്റൊരു ആത്മീയ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവുക. ഓ മീനിന് ചുറ്റും വല വിതറുന്നത് പോലെ നിന്നെ കുരുക്കാൻ വന്നവന് നിന്റെ മുമ്പിൽ കുരുങ്ങി മാറുക. നിന്നെ ഒതുക്കാൻ വന്നവൻ നിന്റെ മുമ്പിൽ ഒതുങ്ങി മാറുക. നിന്നെ ബന്ധിക്കാൻ വന്നവനെ ദൈവം ബന്ധിക്കുന്നു. ചില വീടുകളിൽ നിന്ന് സർപ്പങ്ങൾ എഴഞ്ഞു പോവുക. യേശുവിന്റെ നാമത്തിൽ ചില നേർച്ച സർപ്പങ്ങൾ ചില വീടിനകത്തുനിന്ന്, യെസ്, ചില പ്രോപ്പർട്ടിക്കകത്ത് പറയുന്ന വിടുതല. അത്യുന്നതന്റെ ശക്തി ഇന്ന് ചിലരുടെ മേൽ നിഴലിടും. എഴുതിയിട്ടോ അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിന്റെ വീടിന്റെ മുകളിൽ നിന്ന് വരെ വലിയൊരു പോരാട്ടം മാറുക. രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകരും നിന്റെ വീടിന്റെ അകത്തുനിന്ന് മാറി. കൃപയെ ആസ്വദിച്ചോ, കൃപയെ ആസ്വദിച്ചോ. നിന്റെ രോഗമുള്ള ഭാഗത്തൊരു ശാന്തി, ഒരു കൈയുടെ തൊടിയില് ചരിത്രം തിരുത്തുക. എന്നെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ഇടയിലോട്ട് ചിലപ്പോൾ ഇറങ്ങും. നിന്റെ തലയുടെ മന്നത ഇന്ന് പൊട്ടും. നിന്നെ ഒരു സ്ഥലത്ത് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുക. ദൈവം പറയുന്ന കെട്ടഴിയണം. ഓ ലോർഡ്, ചിലരുടെ യാത്രയുടെ തടസ്സങ്ങൾ മാറുക. ഓ ലോർഡ്, ഇങ്ങോട്ട് കോള് വരാൻ പോവുക. ചിലർക്ക് വേണ്ടി ഇങ്ങോട്ട് കോള് വരാം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് തടസ്സങ്ങൾ മാറണമെന്ന്? അതുകൊണ്ട് ആ റെഡ് ചുരിദാറിട്ട സിസ്റ്റർ, ആ റെഡ് ഷാളിട്ട് ഇപ്പം തിരിഞ്ഞു നോക്കിയേ. നിങ്ങളുടെ തൊണ്ടയ്ക്ക് ഇവിടെ ഒരു തടിപ്പുണ്ടോ? കുറേ വർഷമായില്ലേ, കുറേ നാളായില്ലേ? ഇപ്പം നിങ്ങളെ സൗഖ്യമാക്കുക കർത്താവ്. കർത്താവേ, നമ്മളെ എടുത്തു കാണിക്കുക. അവരുടെ തലയുടെ മുകളിൽ, അവരുടെ തൊണ്ടയിൽ ഉള്ള ആ തടിപ്പ്. നന്ദി കർത്താവേ. 5 വർഷമായി. അടുത്ത 5 മിനിറ്റുകളിൽ ഹീലാകട്ടെ. സൗഖ്യത്തിൻ്റെ വ്യാപാരം. രോഗമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ. ഇത് സൗജന്യമാ, ഇത് സൗജന്യമാ. ഈ പ്രാർത്ഥനയ്ക്കകത്ത്
യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഞാൻ അങ്ങോട്ട് വരും. മോനെ എന്നെ ഒന്ന് നോക്കിയേ. ബ്രദറിനോടാണേ, ഒരാൾ വന്ന് നിനക്ക് കൈ തരിക. ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. കൈ തന്നു കഴിയുമ്പം നിനക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു വരും. അയാളെ ഞാനും കണ്ടിട്ടില്ല, നീയും കണ്ടിട്ടില്ല. നിന്റെ ജീവിതത്തെ വഴി മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഓപ്പണിങ് നിനക്കുണ്ടാകാൻ പോവുക. നീ അല്പം കൂടെ പ്രാർത്ഥനയിൽ കയറി നിൽക്കുന്നെങ്കിൽ നിന്റെ ജീവിതം മാറും. ഒരു രാജ്യം കൊണ്ട് ഒതുങ്ങുന്ന ഭാവിയല്ല നിനക്ക് ദൈവം വെച്ചിരിക്കുന്നത്, അതിലും ശ്രേഷ്ഠമായത് വെച്ചിരിക്കുക. അല്പം കൂടെ പ്രാർത്ഥന കയറി നിൽക്കുന്നെങ്കിൽ ഒരു നദി പൊട്ടി ഒഴുകുന്ന പോലെ നിന്റെ സങ്കടങ്ങൾ പൊട്ടിയൊഴുകി നിന്റെ സങ്കടങ്ങൾ നിനക്ക് സന്തോഷമായി മാറും. നിന്നെ ഒരു തരത്തിലും മുന്നോട്ട് വിടാതെ നിൽക്കുന്ന എല്ലാ കറുത്ത കൈകളും ഇന്ന് ബ്ലോക്കാവും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇച്ചിലൂടെ നമുക്ക് ഈ ദൂതിലോട്ടൊന്ന് പോകാം. സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയും ദൂതിലേക്ക് വരണം, എന്നാൽ മാത്രമേ ആ ദൂത് പൂർത്തീകരിക്കാൻ പറ്റൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യോഗം കഴിഞ്ഞ് ഒരു ധൃതിയുമില്ല. ചിലർക്കിന്ന് വിടുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. അതിൻ്റെ കാരണം എന്നോട് ദൈവാത്മാ പറഞ്ഞ് ഈ 5 ദിവസവും സമയങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കും ഞങ്ങൾ. കാരണം ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് വരാൻ പോവുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ 5 ദിവസത്തെ പ്രാർത്ഥന നിൻ്റെ പ്രാർത്ഥനയായി ഏറ്റെടുത്തോണം. ചിലരോട് ദൈവം പറയാം, നിൻ്റെ സന്തതിയുടെ പ്രാർത്ഥനയായിട്ട് ഏറ്റെടുത്തോണം. അത് നിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ച് നിൻ്റെ പ്രാർത്ഥനയായിട്ട് നീ എവിടോ ചെന്ന് എത്താൻ പോവുക. നീ എവിടോ ചെന്ന് മുട്ടാൻ പോവുക. ഏതോ ഈ കണ്ണാടി വെച്ച് ആൻറ്റി എന്നെ നോക്കിക്കേ. ആ വെള്ള ഷാളിട്ട ആൻറ്റി, ആ ആൻറ്റി എന്നറിയാനാണേ. ഒരു വീടിൻ്റെ 2 വാതിലും തെള്ളുമ്പോൾ മലർക്ക തുറക്കുക. തുറന്നിട്ടൊരു ദൈവദൂതൻ ആ വീട്ടിലേക്ക് കയറുക. ഞാൻ ചോദിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, അത് നിന്റെ ഭവനമാണ്. അവിടെ എന്താ നടക്കാൻ പോകുന്നേ? ആ വീട്ടിൽ ചില വിലാപങ്ങൾ നൃത്തമാകാൻ പോവുക. ഓ ലോർഡ്, ലോർഡ്, കാട്ടുവള്ളി കൊണ്ട് ചുറ്റിക്കിടക്കുന്ന ചിലതിനെ കാട്ടുവള്ളിയുടെ ചുറ്റഴിച്ച് ചിലതിനകത്തെ ആത്മീകത്തെ പൊക്കിയെടുക്കാൻ പോവാ. അത് എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ദൂത് പറയുക. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. വർഷങ്ങളായി നിങ്ങൾ കൊതിച്ച ആത്മീക ജീവിതം ഉടനെ നിങ്ങളിൽ ആരംഭിക്കും.